മല്ലിക സുകുമാരൻ എന്ന് പറഞ്ഞ അമ്മയെ. അവര് നമ്മുടെ മുന്നിലും അന്ന് അവർ തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് രണ്ട് മഹാനടന്മാരും ആ ഒരു അമ്മയും ഉണ്ടാവുമായിരുന്നില്ല. നമസ്കാരം. ഇന്ന് ലോക വിധവാ ദിനമാണ്. വിധവകൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സത്യമാണ്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കണ്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് അമ്മയ്ക്കൊരു ദിനം, അച്ഛനൊരു ദിനം, കുട്ടികൾക്കൊരു ദിനം തന്നെ ആഘോഷിക്കാറ്. ഞങ്ങളെ ആഘോഷിക്കാൻ ആരും വലിയൊരു വാക്കിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിട്ടിട്ടുള്ളത്. അത് സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും നിങ്ങളാണ്. അതിനോടൊപ്പം തന്നെ എല്ലാവരും ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാനും എല്ലാവരും മുന്നോട്ട് വരണം. ആരും ഒറ്റപ്പെടാൻ പാടില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ സംഘടനയിലേക്ക് വന്നതിന് ശേഷം മനസ്സിലായി. എല്ലാവരും ചിന്തിക്കുന്ന ആദ്യം ഈ സംഘടനയിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക. നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നോ അതെല്ലാം സർക്കാർ തലത്തിൽ നിന്നും മറ്റുള്ള NGOs നിന്നും നമ്മൾ നിങ്ങൾക്ക് മേടിച്ചു തരുന്നു. സുഹൃത്തുക്കളെ, സുബൈർ ബാപ്പാണ്. നിങ്ങൾ ഒരുപാട് വീഡിയോ എൻ്റെ കണ്ടവരാണ്, എന്നാൽ ഇതുപോലൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. ലോക വിധവാ ദിനം അത് ഇന്നാണ്. അപ്പം ഇത് ഈ ഒരു പോസ്റ്റർ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കൊരു ആകാംക്ഷ തോന്നി. എന്താ അത് സംഭവം? നമ്മൾ പല ദിനങ്ങൾ കണ്ട്, മഹിളാ ദിനം, അമ്മ ദിനം, അച്ഛ ദിനം, പല പല ദിനങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ വിധവകൾക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സത്യമാണ്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു പോസ്റ്റർ അയച്ചു തന്നു. ലോക വിധവാ ദിനമാണ്, മലപ്പുറത്താണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ബാപ്പു പറ്റുമെങ്കിൽ വരണം, കാരണം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരു ഉപകാരമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നാണ്. ഒരുപാട് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഓടി വന്നാണ്. എന്തായാലും വല്ലാത്തൊരു സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ ഇതിൻ്റെ സംഘാടകർക്ക് തോന്നിയതിൽ വല്ലാത്തൊരു അഭിമാനം തോന്നുന്നു എനിക്ക്. കാരണം വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ പെണ്ണെ നീ ഇന്നല്ലെങ്കിൽ നാളെ വിധവയാണ്. അതാണ് എൻ്റെ ഒരു ക്യാപ്ഷൻ ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ വിധവയാണ് അല്ലേ, അവൾ വേറെ കല്യാണം കഴിക്കുന്നത് വരെ അവൾ വിധവയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. ഒരു പെണ്ണ് അഭിമുഖീകരിക്കുന്ന ഒരു ആണിന് എത്ര കാലം ഒരു പെണ്ണില്ലാതെ ജീവിക്കാം. പക്ഷെ ഒരു പെണ്ണ് കുറേ കാലമൊന്നും ഒരു ആണില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന് പല പേരിലും പല രൂപത്തിലും അവളൊന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ പറയുക, കഴുകൻ്റെ കണ്ണ് പോലെ എൻ്റെ ജാതി തന്നെ, അതായത് ആണുങ്ങൾ തന്നെ നോക്കും. എന്നിട്ട് പല കുത്തുവാക്കുകളും പല പ്രയാസങ്ങളും ആ പെണ്ണ് അഭിമുഖീകരിക്കേണ്ടിയിട്ടുണ്ട്. അതോടൊപ്പം കുഞ്ഞുങ്ങളെ കല്യാണത്തിൻ്റെ പ്രയാസം. അപ്പം ഞാൻ ഇതിൻ്റെ അടുത്ത് കരുളായി ഭാഗത്ത് ഒരു ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ ഒരു സഹോദരിയെ കണ്ടു. 17 വർഷം മുമ്പ് ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചത്. 4 പിഞ്ചു മക്കളെ അവർ വളർത്തി വലുതാക്കി കല്യാണം കഴിച്ചു വിട്ടു. ഞാൻ ചോദിച്ചു ആ സഹോദരിയോട്, അല്ല ചേച്ചി, നിങ്ങൾക്ക് പിന്നെ സർക്കാരിൻ്റെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ചേച്ചി പറഞ്ഞു, എനിക്കൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. അതായത് ഒരുപാട് ക്ഷേമ പദ്ധതികളുണ്ട്, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. പക്ഷെ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ രാഷ്ട്രീയക്കാരോ മറ്റു ഉദ്യോഗസ്ഥരോ ആരും തയ്യാറാവുന്നില്ല. ഇവരെന്നും ഒരു എന്താ പറയുക, അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ, അവളുടെ കാരണമാണ്, അവളുടെ എന്താ പറയുക, അവളുടെ ജാതകദോഷമാണ് അവളുടെ ഭർത്താവ് മരിച്ചതെന്ന് പറഞ്ഞിട്ട് തഴയപ്പെടുന്ന ഒരുപാട് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ലോക വിധവാ ദിനം ഇന്ന് ജൂൺ 23 സംഘടിപ്പിക്കാൻ ഈ കാണുന്ന നമ്മുടെ സഹോദരിമാരും സഹോദരന്മാർ എങ്ങനെ സഹോദരങ്ങളെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും ഭാര്യമാരില്ല. അവർ പല കാരണങ്ങളാൽ ഭാര്യമാർ പിണങ്ങി പോവുകയും മരിച്ചു പോവുകയും ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഇതിൽ ഏറെ വിഷമിക്കുന്നവരാണ്. ആണുങ്ങളിൽ ഏറ്റവും വിഷമം അനുഭവിക്കുന്നത് പെണ്ണുങ്ങളാണ്. അപ്പോൾ ഇവരുടെ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇവിടെ നമ്മുടെ മലപ്പുറത്ത് ലോക വിധവാ ദിനത്തിൻ്റെ അന്ന് ഒരു ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇവരെല്ലാവരും തടിച്ചു കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ ചെയർമാൻ, സെക്രട്ടറി, പ്രസിഡന്റ് ഇങ്ങനെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ അവരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇവർ പറയുന്നുണ്ട്, ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ആൾക്കാർ ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ അതിന്റെ ചെയർമാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമസ്കാരം. ഇന്ന് ലോക വിധവാ ദിനമാണ്. നമ്മളെ സംഘടന വിധവകൾക്കും അഗതികൾക്കും വിവാഹമോചിതർക്കും ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർക്കും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആ സംഘടന ഏകദേശം നിലവിൽ നമുക്കൊരു 5000-ഓളം മെമ്പർമാർ നിലവിലുണ്ട്. 2019 മുതൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ നമ്മൾ മലപ്പുറത്തും ഈ സംഘടനയുടെ ഓഫീസിൽ നിന്ന് ഉദ്ഘാടനമാണ്. നമുക്ക് ലഭിക്കുന്ന ധാരാളം ആനുകൂല്യങ്ങളെപ്പറ്റി ബോധവൽക്കരിക്കുക എന്നുള്ളത് പ്രധാനമായ ഒരു ഘടകമാണ്. കാരണം സർക്കാരിൽ നിന്ന് തന്നെ ധാരാളം ആനുകൂല്യങ്ങളുണ്ട്. ശരണ്യ പദ്ധതിയുണ്ട്, കെസറുണ്ട്, വിവാഹ പെൺമക്കൾക്ക് ധനസഹായമുണ്ട്. ഇങ്ങനത്തെ ഒട്ടനവധി പദ്ധതികൾ നിലവിൽ ഗവൺമെന്റിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ പലതും ജനങ്ങൾക്ക് അറിയുന്നില്ല. നമ്മുടെ സംഘടനയ്ക്കാണെങ്കിൽ ജാതി, മതം, കക്ഷി, രാഷ്ട്രീയ ഭേദമന്യാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഏത് മതവിഭാഗത്തിൽപ്പെടുന്നവർക്കും ഏത് രാഷ്ട്രീയത്തിൽ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്കും നമ്മുടെ സംഘടനയിൽ ചേരാം.
സംഘടനയിൽ ചേരുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്ന എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടോ അതിനെപ്പറ്റിയെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടുക. പിന്നെ നമുക്ക് വന്നിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ വെബ്സൈറ്റിലാണ്, ഓൺലൈനിലാണ് മെമ്പർഷിപ്പ് വരുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം. എന്തായാലും വിധവകൾ അനുഭവിക്കുന്ന വേദന, വിധവകൾ, ഭർത്താവ് ഉപേക്ഷിച്ചു പോയവർ, അഗതികൾ, ഇവരെല്ലാവരും എന്ന് ഒരേ ഗണത്തിൽപ്പെടുന്നവരാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഈ പ്രവർത്തിക്കുന്ന സംഘടനയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു മേഖലയിൽ പ്രയാസപ്പെടുന്നവർ, കാരണം ഒരു സ്ത്രീ ഒറ്റപ്പെടുമ്പോൾ അവരനുഭവിക്കുന്ന വേദന, ആ വേദന മനസ്സിലാക്കിയാണ് നമ്മൾ ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നത്. അവർക്ക് ലഭിക്കാവുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്മകൾക്കും നമുക്ക് ഒരുമിച്ച് അണിചേരാം. നിങ്ങൾക്ക് വിവാഹത്തിന് മുമ്പ്, വിവാഹത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു പരിരക്ഷ, നമ്മളാൽ കഴിയുന്ന വിധം ആ പരിരക്ഷയ്ക്ക് നമ്മൾ ഒരുമിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യും. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഇതിന്റെ പ്രസിഡന്റ് സ്ഥാനത്താണ് ഉള്ളത്. അങ്ങാടിപ്പുറം സ്വദേശിയാണ്. ഞാനിവിടെ വിവാഹം കഴിച്ച് ഞാൻ തമിഴ്നാടൊക്കെ പഠിച്ച് അങ്ങനെ കറങ്ങി വന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇവിടെ ഈ നാട്ടിലെത്തിയപ്പം നമുക്ക് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴൊക്കെ ഒരു പേടിയും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഇപ്പം 7 വർഷമായി മരിച്ചിട്ട്, കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയത് എൻ്റെ ഒരു മനോധൈര്യം കൊണ്ടാണ്. അപ്പം അവർക്കുള്ള ഒരു പ്രചോദനമാണ് ചോളിപ്പോയ ഒരവസ്ഥയിൽ നമ്മളെ എങ്ങനെ തരണം ചെയ്യണം എന്നൊക്കെ രീതിയിൽ നമ്മൾ വേണ്ട കാര്യങ്ങൾ പഠിച്ചു. അവർക്കുള്ള ഒരു പ്രചോദനമായിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. ഈ ലോക വിധവാ ദിനത്തിൽ ചെറുപ്പത്തിലെ ഭർത്താവ് നഷ്ടപ്പെട്ട് വിഷമിച്ച് ഇപ്പം ഞങ്ങളിപ്പം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കുറച്ച് വീടുകളിൽ കയറിയ സമയത്ത് അവിടെ ഒരു കുട്ടി, ഭർത്താവ് ഗൾഫിൽ നിന്ന് മരിച്ചതാണ്, റിക്കവർ ആയിട്ടില്ല, 2 മാസമായി, പുറത്തേക്കും കൂടി ഇറങ്ങാതെ ആ ഒരു അവസ്ഥയിലാണ്, ആകെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ വേണ്ട ബോധവൽക്കരണം, അവർക്ക് മുന്നോട്ട് നയിക്കാനുള്ള 2-3 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു ആർജവം, അതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ട, അറിയാതെ കിടക്കുന്ന ഒരുപാട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ടുകളുണ്ട്. അതൊന്നും ആരും അറിയുന്നുമില്ല, ആർക്കും കിട്ടുന്നുമില്ല. അപ്പൊ അതൊക്കെ എങ്ങനെയും നമുക്ക് അവർക്ക് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിധവാ ദിനം ആഘോഷിക്കുന്നത്. ഇത് ആഘോഷം തന്നെയാണ് ഇത്. കാരണം എല്ലാവരും മുന്നോട്ട് വരണം, ആരും ഒറ്റപ്പെടാൻ പാടില്ല. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ലോക വിധവാ ദിനത്തിൽ ഇവിടുത്തെ മലപ്പുറം ജില്ലാതല ഓഫീസിലാണ് നടത്തിയിട്ട് ഇവിടെ അതിന്റെ പ്രവർത്തനം അതിവിപുലമായി നടത്താനും എല്ലാവരുടെ സഹായങ്ങളും എല്ലാവരും ഇതിലേക്ക് വരണമെന്നും പറയുന്നത്. അതിനോടുകൂടെ തന്നെ വീട്ടിനകത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം പേരൻസിന് ആങ്ങളമാരും ഭാര്യമാരെ പേടിച്ചിട്ട് നമുക്കൊരു എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൂടെ ബിസ്ക്കറ്റ് പിള്ളേർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് ഒത്തിരി സഹോദരിമാർ മലപ്പുറം ജില്ലയിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു താങ്ങും തണലുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം. അതിനോടൊപ്പം തന്നെ എല്ലാവരും ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കാനും മുന്നോട്ട് വരുവാനും, അതിനോടൊപ്പം തന്നെ ചെറുകിട സംരംഭങ്ങൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനൊക്കെയുള്ള പരിശീലനം നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കമറുന്നീസ. ഏറെക്കുറെ എനിക്ക് പറയാനുള്ളത് ഇത് വിധവാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ സംഘടന വിധവകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ഉദ്ദേശത്തോടെ തന്നെയാണ് ഇത് തുടങ്ങി വെച്ചത്. ഞാൻ പലപ്പോഴും ഞാനുൾപ്പെടെ, ഞാൻ സെപ്പറേറ്റ് ആയ ഒരു സ്ത്രീയാണ്, 3 കുട്ടികളെയും കൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു ഇത്രയെങ്കിലും എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് അനുഭവിച്ച യാതനകളും വേദനകളും അത് തന്നെയാണ് ഓരോ വിധവകൾ അനുഭവിക്കുന്നത്. പലപ്പോഴും എൻ്റെ മുന്നിൽ പലതരത്തിലുള്ള എന്താ പറയാ ക്രൈംസിൽ പെട്ടുപോയത്, അതല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യപ്പെട്ടു പോയ സ്ത്രീകളെ വരെ കാണാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സ്ത്രീകളോട് ഞാൻ അവരുടെ കഥകൾ കേൾക്കാൻ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും സ്ത്രീ വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു, അവരുടെ ഒരു സ്റ്റോറി പറഞ്ഞു. ആ ഒരു സ്ത്രീയുടെ പ്രൈവസി പർപ്പസിന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ പലപ്പോഴും ഈ സമൂഹം തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ എപ്പോഴും സ്ത്രീകളുടെ ഒരു നിസ്സഹായ അവസ്ഥ അത് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. അവിടെ അത് നിങ്ങളുടെ ഒരു അവസരമായി കാണരുതെന്ന്
സമൂഹത്തോട് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിലിരിക്കുന്ന വിധവകളായ ആളുകൾ, അവർ നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് ഇനിയൊരു ലോകത്തേക്കുണ്ട്. നിങ്ങളെ ദൈവം എല്ലാവർക്കും ഒരു വേദന ആർക്കും ഒരു വേദന തരുന്നുണ്ടെങ്കിൽ അത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ആർക്കും വേദന കൊടുക്കാറില്ല. നിങ്ങൾക്കത് സഹിക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ മൈൻഡിനുണ്ട്, ബോഡിക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അപ്പൊ എന്റെ എല്ലാം കഴിഞ്ഞു, എന്റെ ജീവിതമേ നഷ്ടപ്പെട്ടു, എനിക്ക് ഭർത്താവ് ഉപേക്ഷിച്ചു, അതല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു, ഇനി എനിക്കൊരു ജീവിതമില്ലേ, സമൂഹത്തിന്റെ മുന്നിൽ ഞാൻ ഒരു ദുഷഗുണമാണെന്ന് കാണാതെ നിങ്ങൾ ഇത്തരത്തിൽ വേദന അനുഭവപ്പെട്ട സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിന് നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഇത്തരത്തിലുള്ള സംഘടനയുടെ ഭാഗമാകണം. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള തീയിനെ, അതല്ലെങ്കിൽ ആ ഉള്ളിലുള്ള വജ്രത്തെ, ആ മണ്ണിൽ പൊതിഞ്ഞു കിടക്കുന്ന ആ വജ്രത്തെ കണ്ടെത്തി അത് തുടച്ച് ജ്യൂസപ്പെടുത്തി അതിന്റെ ജ്വാല മറ്റുള്ളവർക്ക് നൽകുക. അതിന് ഇത്തരത്തിലുള്ള ഈ ഒരു സംഘടനയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. ഒരു കൂട്ടായ്മ നിൽക്കുമ്പോൾ തന്നെ എല്ലാം നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുകയുള്ളൂ. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ പറ്റും. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പയ്യെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഈ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിൽ നമ്മുടെ ഒരു വ്യക്തിത്വം, ഭർത്താവ് നഷ്ടപ്പെട്ട ആളുകൾക്ക്, സ്ത്രീകൾക്ക് വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. നമ്മളാവാൻ നിൽക്കണം. നമ്മുടെ വ്യക്തിത്വം നമ്മൾ കണ്ടെത്തുക. അതിനുള്ള വലിയൊരു അവസരമാണ്, വലിയൊരു വാക്കിലാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിട്ടിട്ടുള്ളത്. അത് സ്വീകരിക്കേണ്ടതും തിരസ്കരിക്കേണ്ടതും നിങ്ങളാണ്. അത് എന്തും നിങ്ങൾക്ക് എടുക്കാം. മുന്നോട്ട് വരണോ, സ്ത്രീയുടെ ശക്തി, നാരിയുടെ ശക്തി കാണിച്ചു കൊടുക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് വരാം. നമസ്കാരം. ഞാൻ ഈ സംഘടനയിലേക്ക് വന്നതിന് ശേഷം മനസ്സിൽ ധൈര്യവും വിശ്വാസമുണ്ടായിരുന്നു. അതുവരെ ഞാനൊരു ഉൾവഴി നിൽക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പറയുന്നു. ഇതിലേക്ക് എല്ലാവരും കൂടുതലായിട്ട് കടന്നു വരണമെന്നും നമ്മൾ ഉള്ളിലിരിക്കുന്നവരെല്ലാം പുറത്തിറങ്ങി നമ്മൾ നമ്മുടെ കഴിവുകൾ തെളിയിക്കുന്നവരിലേക്ക് കൊണ്ടുവരാനാണ്. എല്ലാവർക്കും നമസ്കാരം. ലോക വിധവാ ദിനം. ഇന്നത്തെ കാലത്ത് അമ്മയ്ക്കൊരു ദിനം, അച്ഛനൊരു ദിനം, കുട്ടികൾക്കൊരു ദിനം നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഞങ്ങളെ ആഘോഷിക്കാൻ ആരുമില്ല. അപ്പൊ ഞങ്ങള് ഇറങ്ങിയതാണ് ഈ വിധവകളെ, ഈ കാണുന്ന കുട്ടികളൊക്കെ ഇപ്പൊ സംഘടനയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അവർക്കും ജോലി കാര്യങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ടീച്ചർക്കും എംടെക്കൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ തുണിക്കടയൊക്കെ കഴിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് ഒരു ട്യൂഷൻ സെന്റർ ഒരു ഏരിയയിൽ അവർ 4 ടീച്ചർമാരുണ്ടായാലും അവർക്കൊരു സമ്പാദ്യം, അവരുടെ ജീവിതം മുന്നോട്ട് പോകും. എല്ലാവർക്കും നമസ്കാരം. ലോക വിധവാ ദിനം ജൂൺ 23. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് കേരള വിധവാ ക്ഷേമ സംഘത്തിന്റെ മലപ്പുറം ജില്ലാതല ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഓരോ ദിവസവും ഇവിടെ മുൻപ് പറഞ്ഞ ആളുകൾ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. അമ്മയ്ക്കൊരു ദിനം. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു അമ്മയ്ക്ക് വേണ്ടി ഒരു ദിനം പോരാ. ഒരു യുഗം പോലും നമ്മൾ ഓരോരുത്തരും ഒരു അമ്മയോട് കിടപ്പെട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഒരു അമ്മ വിധവയാകുമ്പോഴുള്ള ഒരു അവസ്ഥ. ആ ഒരു സമൂഹത്തിൽ നമ്മൾ ആ ഒരു വിധവയായ സ്ത്രീ, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീ അനുഭവിക്കുന്ന വേദനകൾ, അവളുടെ കുഞ്ഞുങ്ങളെയും കയ്യിലേന്തി ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവള് പല ആളുകളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അവരെ നോക്കുന്ന രീതികൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൽ ഒരു പുൽക്കൊടിയുടെ ഒരു ഇതുണ്ടല്ലോ, അതുപോലെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യണം. ആ സമൂഹത്തിന് വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിയാൻ നമുക്ക് ഇതുപോലെ ഒരു സംഘടന ആവശ്യമായിരുന്നു. ആ ഒരു സംഘത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് നിലവിൽ നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്ന പല ആനുകൂല്യങ്ങളുമുണ്ട്. അതിൽ എല്ലാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി, പല അമ്മമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇതുപോലെ യാതനകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി കിട്ടാനും അത് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കുമെന്ന് ചിന്തിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ. അതിന് നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങൾ ചെയ്തു തരാനും നമ്മുടെ ഈ ഒരു ജില്ലാതല ഓഫീസ് ഉണ്ട്. അതുപോലെ കേരളത്തിലെ മൊത്തം ആളുകളിലേക്കും ഈ ഒരു സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടി ആരും ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഇങ്ങനെ ഒരു ലോക വിധവാ ദിനം തന്നെ ആചരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ അഗതികൾക്കും വിധവകൾക്കും ഉള്ള ഇങ്ങനെ ഒരു സംഘടനയുണ്ട്. ഇതിന്റെ പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് വരാൻ വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ്, ഇതിൽ നമ്മളൊരു മെമ്പർഷിപ്പ് എടുക്കുക. ഇതിൽ ഓരോ ജോലി ചെയ്യാൻ ചിലപ്പോൾ പലർക്കും ജോലി ചെയ്യാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും. അവർക്ക് ഏതൊക്കെ തരത്തിലാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഈ ഒരു അവസ്ഥ നമുക്ക് പെട്ടെന്നൊരു ദിവസമാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ആ അവസ്ഥയിൽ നിന്ന് തരണം ചെയ്തു വരാൻ കഴിയാത്ത പല അമ്മമാരും ഉണ്ടായിരിക്കും. അവർക്ക് നമ്മൾ മാനസികമായ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അവരെ ഏത് രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് ചിന്തിക്കേണ്ടതുണ്ടായിരിക്കും. ഇതിനൊക്കെ അവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്രയും ഒരു
ഊർജ്ജസ്വലമായ ഒരു പ്രവർത്തന രീതി നമ്മളെല്ലാവർക്കും മുന്നോട്ട് അവരെ കൊണ്ടുവരാനും അവരെ വീടിനകത്ത് ആ ഒരു ദുഃഖം അനുഭവിച്ച് കഴിയേണ്ടവരല്ല. അവർക്ക് നമ്മുടെ കുട്ടികളെ ആ ഒരു പവറോട് കൂടി ഒരു ഭർത്താവ് നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഇതുണ്ട്. എന്താ പറയുക, അത്രയും ഒരു കണ്ണീരിലായ അവസ്ഥയാവും. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ക്യാൻസർ വന്നു പോയുള്ള ഒരാൾക്ക് അവരുടെ പറക്കം പറ്റാത്ത കുട്ടികളെയും വെച്ച് ആ അമ്മ മുന്നോട്ട് പോകുമ്പോൾ അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് എന്ത്, ഇനി ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും? നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മുടെ ഒരു പൃഥ്വിരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ അമ്മ മല്ലികാ സുകുമാരൻ പറഞ്ഞ വാക്കുകളുണ്ട് നമ്മൾ കേട്ടതാ. ആ അമ്മയും ആ മക്കളും കൂടി നിൽക്കുമ്പോൾ എന്റെ ഡാഡി മരിച്ചു പോയപ്പോ ആ കുട്ടികളെ വെച്ച് ഈ അമ്മ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, അമ്മ എങ്ങനെ ഊർജ്ജസ്വലയായി മുന്നോട്ട് വരുമെന്ന്. പക്ഷെ ആ വാക്കുകളിൽ ഞാൻ എപ്പോഴും ആ അമ്മയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. മല്ലികാ സുകുമാരൻ എന്ന് പറഞ്ഞ അമ്മയെ അവര് നമ്മുടെ മുന്നിലും അന്ന് അവർ തളർന്നു പോയിരുന്നെങ്കിൽ ഇന്ന് ഈ 2 മഹാനടന്മാരും ആ ഒരു അമ്മയും ഉണ്ടാവുമായിരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് കൂട്ടായ്മയോടുകൂടി ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തി നമ്മുടെ താഴെത്തട്ടിലുള്ള എല്ലാ ആളുകളിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു ദൗത്യം. അതോടൊപ്പം തന്നെ അവരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്കൊക്കെ ഒരു വരുമാന സ്രോതസ് കണ്ടെത്തി കൊടുക്കുക, അതിലേക്ക് അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇവിടെ എൻ്റെ കൂടെ ഞാൻ ആ വർഷങ്ങൾക്ക് മുൻപ് ഈ കണ്ട അമ്മ, ആ അമ്മ അന്ന് പകച്ചു പോയതാണ്. ഈ 4 കുട്ടികളെയും വെച്ച് എന്ത് ചെയ്യും? അച്ഛൻ മലയ്ക്ക് പോയി വന്ന് അന്ന് രാത്രി അച്ഛൻ മരണപ്പെട്ടു എന്ന് ഉള്ള വാർത്ത നമ്മൾ കേട്ടതാ. അതും എൻ്റെ നാട്ടിൽ നിന്ന് ഞാൻ കേട്ടിട്ടും ആ അമ്മയെ കണ്ടിട്ടുള്ളതാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് വനജ എന്ന് പറയുന്ന ആ അമ്മയെ ഇവിടെ കണ്ടുമുട്ടുന്നത്. ആ അമ്മ തരണം ചെയ്ത പല പ്രതിസന്ധികളും നമ്മുടെ മുന്നിലുണ്ട്. അതെല്ലാം പിന്നെ ആ അമ്മയെ നമ്മളൊരു മാതൃകയാക്കണം. എന്താന്ന് വെച്ചാൽ സ്വന്തം മകൾക്ക് വേണ്ടി തൻ്റെ ഒരു കിഡ്നി ദാനം ചെയ്ത് ആ കുഞ്ഞിനെയും സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം. ഞാൻ മരിച്ചു പോയാലും കുഴപ്പമില്ല, എൻ്റെ മക്കൾ അവിടെ ഉണ്ടാവണം, അവര് മറ്റേ തലമുറയ്ക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ഉണ്ടാവണം. അന്ന് നമുക്ക് മാതൃകാപരമായ ഒരു കർത്തവ്യം നിർവഹിച്ച ഒരു അമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആ അമ്മയാണ് ഇന്ന് നമ്മളിവിടെ ആദരിച്ചത്. ഇതിന്റെ ഈ ഒരു നിമിഷത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇതോടൊപ്പം ഈ ഒരു സംഘടനയുടെ ഭാഗമാക്കാൻ സാധിച്ചതിൽ അഭിമാനം കൊള്ളുന്നു. ഒരാൾ കേൾക്കാനുണ്ടെങ്കിൽ പറയാനുള്ള ആർജവം കൂടും. അപ്പൊ മനസ്സിനകത്ത് എന്തില്ല, ഒന്നും ഒളിച്ചു വെക്കാനോ അവരുടെ ഒരു സങ്കടം അടക്കി പിടിച്ച് ജീവിക്കാനോ അവർക്ക് കഴിയില്ല. അതിലേക്ക് നമുക്ക് അതിനുള്ള ഒരു അവസരം കൂടെ നമുക്ക് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിലൂടെ കൊടുക്കാൻ സാധിക്കണം. എല്ലാവരും മുന്നോട്ട് വരട്ടെ. എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. നമസ്തേ. ഇന്ന് ജൂൺ 23 ലോക വിധവാ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ദിവസമാണ്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതലായി അറിയുന്നത് നമ്മൾ ഓരോ വ്യക്തികളിൽ നിന്നല്ല ഓരോ അറിവ് പകർന്നത്. നമ്മളിപ്പം അറിയുന്നത് ഇതിൻ്റെ ഒരു വിധവാ സംഘടന നമ്മൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് വിപുലീകരിക്കാനുള്ള, അതായത് കേരളം മൊത്തത്തിലും ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു പ്രയത്നം ഈ ഒരു സംഘടനയുടെ ചെയർമാൻ ജോൺസൺ സാറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് ഇപ്പോൾ എല്ലാവരും നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത്. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസ്ഥാന സർക്കാരുകളോ മറ്റുള്ള NGOസോ വിധവകൾക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത് ഇവരുടെ കൈകളിൽ എത്തുന്നില്ല. ഇത് എങ്ങനെയാണ് എത്തുക, അല്ലെങ്കിൽ ഇത് ആരോട് ചോദിക്കണം, അല്ലെങ്കിൽ എവിടെ പോയി ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, ഇതൊന്നും ഈ പറയുന്ന അമ്മമാർക്ക് അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീട്ടമ്മമാരായിരിക്കും, 4 ചുവരിനുള്ളിൽ കഴിഞ്ഞ ആളുകളായിരിക്കും. അവർ ഭർത്താവ് മരണപ്പെടുന്നത് വരെ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ആക്സിഡന്റ് പറ്റി അദ്ദേഹം മരണത്തിനിരയായി. അവർക്കൊരു 1.5 വയസ്സുള്ള കുട്ടിയോ അല്ലെങ്കിൽ 3 വയസ്സുള്ള കുട്ടികളോ ഉണ്ടാവും. അവർ അപ്പം മൊത്തം അന്തളിച്ചു. കാരണം ആ ഒരു ഡെത്ത് സെറമണിയിൽ എല്ലാവരും പങ്കെടുത്ത് പോകുന്നുണ്ടാവും. അതിനുശേഷം അവരുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു, എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് അവർ തന്നെ പകച്ചു നിൽക്കണം. കാരണം അതുവരെ ഒരു പച്ചക്കറിയോ അല്ലെങ്കിൽ പലചരക്കോ പോലും വാങ്ങാൻ പുറത്തേക്ക് വിടാത്തൊരു ഭർത്താവായിരിക്കും അവർക്കുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു ആളെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാനാണ്. അതായത് സമൂഹത്തിലേക്ക്, വീട്ടിനകത്തിരിക്കുന്ന ആളുകൾ, നമ്മൾ നേരത്തെ പറയില്ല, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അമ്മമാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ് നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത്. അതിനാണ് ഈ വിധവാ സംഘടന ഓഫീസും നമുക്കിവിടെ ഓരോ ജില്ലയിലും, കേരളത്തിലുള്ള 14 ജില്ലയിലും നമ്മൾ ഇതിൻ്റെ ഓഫീസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിപ്പം അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. അതിൻ്റെ പാലക്കാട് ഇപ്പോൾ ഓൾറെഡി ഓഫീസുണ്ട്. അതിൻ്റെ ആദ്യപടിയായിട്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ സ്റ്റാർട്ടിൻ്റെ ഇനി ഓരോ ജില്ലകളിലും പോകുന്നുണ്ടാവും. അപ്പം വിധവകൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടും, എവിടെ ചോദിച്ചാൽ ഇത് കിട്ടും എന്ന് അറിയാനായിട്ട് അവർക്കൊരു സംഘടനയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചോദിക്കാനും പറയാനും ആളുകളുണ്ട് എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ്. കാരണം നമ്മൾ ഒരാളാണ്, ഒറ്റയ്ക്ക് ഒരു വ്യക്തിയാണെന്നുള്ളപ്പോൾ നമുക്ക് വന്നിട്ടൊരു വലിയൊരു പേടിയായിരിക്കും, നമ്മൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമ്പോൾ. പക്ഷെ നമ്മുടെ കൂടെ ഒരു 4 ആളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഒരു സംഘടനയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ ധൈര്യം ഉണ്ടാവും. പിന്നെ ചില കാര്യങ്ങൾ എവിടെ ചോദിക്കണം, ആരോട് ചോദിക്കണം അവർക്കറിയില്ല. സർക്കാർ ഓഫീസുകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതിനെപ്പറ്റി മാത്രം പഠിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും ഇരിക്കുന്ന ആളുകളായതുകൊണ്ട് അതേ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം ഈ വിധവാ സംഘടനയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതിലൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്ന ആദ്യം ഈ സംഘടനയിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക, നിങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നോ അതെല്ലാം സർക്കാർ തലത്തിൽ നിന്നും
മറ്റുള്ള NGOs നിന്നും നമ്മൾ നിങ്ങൾക്ക് മേടിച്ചു തരുന്നുണ്ടാവും. അതിനായിട്ടുള്ള നമ്മുടെ ഇവിടെ വിധവ സംഘടനയുടെ ഇവിടെയുള്ള സെക്രട്ടറിയും പ്രസിഡന്റും മലപ്പുറം ജില്ലയിലുള്ള ആളുകളുണ്ട്, അതാത് ജില്ലയിലുള്ള ആളുകളുണ്ട്. പിന്നെന്താണ് നമ്മൾ എപ്പോഴും ഈ വിധവ സംഘടനയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം ഉദിച്ചത് ജോൺസൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അമ്മമാര്. അതായത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 10 കുട്ടികളുണ്ടെങ്കിലും ഒരു അമ്മയെ കൊണ്ട് നോക്കാൻ പറ്റും, അത് എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഒരു ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവിനെ കുട്ടികളെ നോക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പറ്റില്ല എന്നാണ്. പക്ഷെ എൻ്റെ മുമ്പിൽ പ്രൂവ് ചെയ്ത് കാണിച്ച ഒരു മനുഷ്യനാണ് ഈ ജോൺസൺ എന്ന് പറയുന്ന ആൾ. കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യ അർബുദം കാരണം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹം 2 കുട്ടികൾ, ഒരു മോനും ഒരു മോളാണ്. ഇന്നിപ്പോൾ ആ കുട്ടികൾ മോൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, മോള് +1 ചേർത്തിട്ടുണ്ട്. മൂപ്പര് ആ കുട്ടികളെ വേറെ വിവാഹം കഴിക്കാതെ വളരെ കെയർഫുള്ളായിട്ട് അവർക്ക് എന്താണ് ജീവിതത്തിൽ ആവശ്യമുള്ളത്. നമ്മളെപ്പോഴും സ്ത്രീകളെ പറ്റി മാത്രം ചേർച്ചിരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഉദിച്ചതെന്ന് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ആണായിട്ട് സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു സ്ത്രീ എന്തൊക്കെയാണ്, ഒരു ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ നോക്കുന്ന രീതി തന്നെ വേറെ ഇതിൽ നോക്കുന്ന അവർ ഒരുപാട് സമൂഹത്തിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മനുഷ്യന്റെ തലയിൽ ഉദിച്ചൊരു കാര്യം അത് വളരെ പോസിറ്റീവായിട്ട് ചിന്തയാണ്. കാരണം ഇതുപോലെ മറ്റുള്ള എന്താ പറയുക സമൂഹത്തിൽ ഒന്നും അറിയാതെ നിൽക്കുന്ന ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് ഈ സംഘടനയിൽ വിധവകളായിട്ടുള്ള എല്ലാ അമ്മമാരും ജോയിൻ ചെയ്യണം. അവർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായിട്ട് അവർക്ക് എന്താണ് അർഹതപ്പെട്ടത്, അതായത് വിധവകൾ പറയുമ്പോൾ എല്ലാവരും പല കാര്യം ഉണ്ടാവും, മിഡിൽ ക്ലാസ് ആയിട്ടുണ്ടാവും, അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുണ്ടാവും. എന്താണോ അവർക്ക് ആവശ്യമുള്ളത് അത് അവർക്ക് എത്തിച്ചു തരാൻ ഈ സംഘടനയുടെ ചെയർമാനും ഈ സംഘടനയുടെ മറ്റുള്ള ഭാരവാഹികൾക്കും സാധിക്കുന്നതാണ്. ഇതിനെ വെച്ച് മെയിനായിട്ട് പറയാനുള്ള കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഈ നമ്മുടെ മലപ്പുറം ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മലപ്പുറം ജില്ലയിലെ നമ്മുടെ ഈ പറയുന്ന ടീമുകൾ മുഴുവനും ഇതിനോടനുബന്ധിച്ച് അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും മെമ്പർഷിപ്പ് ചേരുക. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ സർക്കാർ തലത്തിൽ നിന്നും NGO തലത്തിൽ നിന്നും മേടിച്ചെടുക്കുക. അത് എവിടേക്കാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും. അത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. നന്ദി, നമസ്കാരം.